നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 39. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതി സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം. ഇവിടെ ഇപ്പോൾ ഈ 39 ഭാഗത്തിൽ ഭാഗവത മാഹാത്മ്യം 5-ാം അധ്യായം തുടങ്ങണം. അപ്പോൾ 38 ഭാഗം അവസാനിപ്പിച്ചത് ഏവം സിതോക്തിവശതോ വിഗൃഹം വിഹായ യാദോവനം സ്ഥിരമതിർഗത 6 വർഷ യുക്തോ ഹരേരനുദിനം പരിചര്യയാസോ ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാഠാത്. പുത്രവാക്യമനുസരിച്ച് നടന്നതിനാൽ ആത്മദേവൻ മുക്തിയെ പ്രാപിച്ചുവെന്ന് സൂതൻ പറയുന്നു. ഇപ്രകാരം പുത്രൻ പറഞ്ഞതിനെ അനുസരിച്ച് വീട്ടിൽ നിന്ന് പിരിഞ്ഞ് കാട്ടിൽ പ്രവേശിച്ചു. മനസ്സിനെ ഉറപ്പിച്ചു. വയസ്സും 60 കഴിഞ്ഞു. ശ്രീഹരിയെ പ്രതിദിവസം പൂജിക്കുന്നതിൽ തന്നെ മനസ്സിരുത്തി പ്രതിദിവസം ഭാഗവതം ദശമസ്കന്ധം പാരായണം ചെയ്തുകൊണ്ട് ഭഗവാനെ സേവിച്ചു. എന്താ അങ്ങനെ പറയാൻ കാരണം? ദശമസ്കന്ധം 90 അധ്യായങ്ങളാണ് ഭഗവാന്റെ അവതാര മാഹാത്മ്യങ്ങൾ. ഭഗവാന്റെ ജനനം മുതൽക്ക് ഭഗവാന്റെ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് ദശമസ്കന്ധത്തിൽ. ദശമസ്കന്ധം 10 പ്രാവശ്യം ഉപാസിച്ചാൽ തീരാവുന്ന കഷ്ടകാലമേ ഉള്ളൂ ആൾക്കാർക്ക്. പക്ഷെ ചെയ്യില്ല ആൾക്കാർ, അറിയില്ല, അവരെ ആരും ബോധ്യപ്പെടുത്തിയില്ല. എല്ലാവർക്കും എൻജിനീയർ ആവണം, ഡോക്ടർ ആവണം, IT മേഖലയിൽ രാത്രി ഉറക്കം ഇല്ലാതെ കണ്ട് എന്താ പറയുക, പഫോ പിസ്സ എയറേറ്റഡ് വാട്ടറൊക്കെ കുടിച്ച് തുമ്പില്ലാത്തൊരു ജീവിതം കൊണ്ട് നടക്കുകയാണ് ചെയ്യണത് ഇന്നത്തെ യുവതലമുറകൾ. അവരവശ്യം ഇനി ഓൺ ഡെലിവറി എന്താ പറയുക, മദ്യം വീട്ടിലെത്തിക്കാനുള്ള സഹായം ചെയ്യണമെന്നാണ്. അതൊക്കെ കുടുംബത്തിൻ്റെ ഭദ്രത ഇല്ലാതെ കണ്ടാക്കുന്നുള്ളതാണ് സത്യം. എന്തോ ആവട്ടെ, ഭാഗവതം ഉപാസിക്കാൻ മനസ്സ് വെച്ചവർക്കൊക്കെ നന്നാവാം എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ ഇവിടെ അവസാനത്തിൽ ശ്രീകൃഷ്ണനോട് യോജിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് 4-ാമത്തെ ഭാഗവത മാഹാത്മ്യ ഇവിടെ അവസാനിപ്പിച്ചത്. അത് ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മാഹാത്മ്യേ വിപ്രമോക്ഷേ നാമ 4ാധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി നമ്മൾക്ക് 5-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 5-ാം അധ്യായം. സൂതാ ഉവാച പിതൃര്യുപരതേ തേന ജനനീതാഠിതാമൃശം ക്വ വിത്തം തിഷ്ഠേതേ ബ്രൂഹി ഹനിഷ്യേ ലത്തയാ ന ചേത്. പിതൃര്യുപരതേ തേന ജനനീതാഠിതാമൃശം ക്വ വിത്തം തിഷ്ഠതേ ബ്രൂഹി ഹനിഷ്യേ ലത്തയാ ന ചേത്. സൂതൻ പറയണു, ഹേ ശൗനകാദികളെ, പിതാവിൻ്റെ പ്രവസനാനന്തരം എന്ന് പറഞ്ഞെന്താ, ഗൃഹസ്ഥാശ്രമം വിട്ട് വനവാസത്തിന് പോയി അവിടെ ഭാഗവതമൊക്കെ ഉപാസിച്ചിങ്ങനെ ജീവിച്ചു. അദ്ദേഹത്തിന് മോക്ഷം കിട്ടി. അതിനുശേഷം അച്ഛൻ വില്ലേജ് വിട്ട് പോയതോടുകൂടി പ്രവസനാനന്തരം ദുന്ദുകാരി മാതാവിനെ കഠിനമായി താടിച്ചു. ഇതാണ് താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം താൻ അനുഭവിച്ചിരുന്നതേ വരൂ. സ്വന്തം ഭർത്താവിനോട് നുണ പറഞ്ഞു. ഭർത്താവ് ഭാഗവതം പറയുന്ന പോലെയാണെങ്കിൽ തൻ്റെ പരിരക്ഷ നടത്തുന്ന ആൾ പരമേശ്വരനെ പോലെ ഭക്തി ഉണ്ടാവണമെന്നാണ്. ഭർത്താവിനോട് പരമേശ്വരൻ, പരമമായ ഈശ്വരൻ മഹാവിഷ്ണുവിനെ പോലെ, ശ്രീകൃഷ്ണനെ പോലെ ഭക്തിയുള്ള ആളായിരിക്കണം ഭാര്യ. അപ്പോൾ അതിന് കളങ്കം ചാർത്തിയോ അവരൊക്കെ ദുഃഖിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഒന്ന് ചെയ്യാം, ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഏത്
ബ്രഹ്മഹത്യാപാപവും ഇല്ലായ്മയാവാൻ ഭാഗവതം ഉപാസിച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെ രക്ഷപ്പെടാൻ ഒരു മാർഗം നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. പക്ഷേ എത്ര ആളതിൽ വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു പിന്നെ പിതാവിൻ്റെ പ്രവസനാനന്തരം ദുന്ദുകാരി മാതാവിനെ കഠിനമായി താടിച്ചു. മുതലെവിടെ കുഴിച്ചിട്ടിരിക്കുന്നു? എവിടെയാണ് സ്വത്ത്? എനിക്ക് കള്ള് കുടിക്കണം. ഇതാണല്ലോ ഇപ്പം നടക്കണത് അല്ലേ നാട്ടിലൊക്കെ? പറയൂ, പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ദണ്ഡം കൊണ്ട് അടിച്ചു കൊല്ലുമെന്ന് മാതാവിനെ ബോധിപ്പിച്ചു. മര്യാദയ്ക്ക് എവിടെയാണ് കാശ് കുഴിച്ചിട്ടുള്ളത്? വല്ല നിധി വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു തന്നോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചു കൊല്ലുന്നു. ഒരു മകനല്ല, അനിയത്തിൻ്റെ മകനാ. വെറുതെ ഉത്തരം താങ്ങുന്ന പല്ലി പോലെ പാപം ഏറ്റുവാങ്ങുക ചെയ്തത്. ഓരോരുത്തർക്കും മകളാവണത് അവരവരുടെ കർമ്മഫലം കൊണ്ടാണ്. ഇനി നമ്മൾ വേറൊരാളെ മകനായിട്ടോ മകളായിട്ടോ മരുമകളായിട്ടോ സ്വീകരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ അവരിൽ നിന്ന് സുഖം അല്ലെങ്കിൽ ദുഃഖം. അവർ മോക്ഷം ഒന്നിൽ നിന്ന് ആരിൽ നിന്ന് ഭഗവാനിൽ നിന്നല്ലാണ്ട് ആരിൽ നിന്ന് മോക്ഷം കിട്ടാൻ പോകില്ല. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കിക്കോളൂ. ഇതി തദ് വാക്യസന്ത്രാസ ജനന്യ പുത്രദുഃഖതാം കൂപേ പാദകൃതോ രാത്രോ തേന സാ നിധനം ഗതാം. ഇതി തദ് വാക്യസന്ത്രാസ ജനന്യ പുത്രദുഃഖദാ കൂപേ പാദകൃതോ രാത്രോ തേന സാ നിധനം ഗതാം. ഇപ്രകാരം അവൻ പറയുന്നത് കേട്ടിട്ടുണ്ടായ ഭയം കൊണ്ട് പുത്രനിൽ നിന്നുള്ള താഠനാദിക്ലേശം സഹിപ്പാൻ കഴിയാത്തതുകൊണ്ടും ആഗ്രഹമില്ലാത്തതുകൊണ്ടും മാതാവായ ദുന്ദുലി ഒരു നാൾ രാത്രി കിണറ്റിൽ ചാടി മരിച്ചു. പുത്രൻ്റെ തല്ലുകൊണ്ട് ചാവുന്നതിനേക്കാൾ നല്ലത് വെള്ളം കുടിച്ച് ചാവുകയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് കിണറ്റിൽ ചാടി മരിച്ചു. അതുകൊണ്ട് ദുന്ദുലി നരകത്തിൽ വീണു എന്ന് സാരം. അപ്പോൾ കിണറ്റിൽ ഈ തൻ്റെ ആയുസ്സിനെ കളയുന്ന രീതിയിൽ വണ്ടിക്ക് തലവയ്ക്കുക, പുഴ ചാടി മരിക്കുക, കിണറ്റിൽ ചാടി മരിക്കുക, ഇടിവെട്ടി മരിക്കുക, പാമ്പ് കടിച്ച് മരിക്കുക, തൂങ്ങി മരിക്കുക, ഇതൊക്കെ പുണ്യം ചെയ്തിട്ടല്ല, നരകാണ്. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ഗോകർണ തീർത്ഥയാത്രാർത്ഥം നിർഗതോ യോഗ സംസ്ഥിത ന ദുഃഖം ന സുഖം തസ്യ ന വൈരീ ന അഭിബാന്ധവ. അതാണ് ആ അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ഗോകർണ തീർത്ഥയാത്രാർത്ഥം നിർഗതോ യോഗ സംസ്ഥിത ന ദുഃഖം ന സുഖം തസ്യ ന വൈരീ ന അഭിബാന്ധവ. എന്താ? ഗോകർണൻ തീർത്ഥയാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. കാരണം എന്താ? യോഗ സംസ്ഥിത, ഭക്തിയോഗത്തിൽ ഭഗവാനും ഭക്തിയും ഭഗവാനും കൂടി ഒന്നാവുന്ന അവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ന ദുഃഖം ന സുഖം, സുഖമില്ല ദുഃഖമില്ല, തസ്യ ന വൈരി ന അഭിബാന്ധവ, സ്വന്തക്കാരുമില്ല ശത്രുക്കളുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരൻ മാത്രം ഉണ്ടെന്നാണ്. ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ എത്തണം, ഇല്ലെങ്കിൽ നമുക്ക് ദുഃഖം തന്നെയാണ്. ഖലേന സഹ സംവാസ സാധോ ശാന്തായ ന നേഷ്യതേ. ദുർജന സഹവാസം സജ്ജനത്തിന് സമാധാനത്തിന് ഉപകരിക്കുന്നതല്ലെന്നുള്ള ആപ്തോക്തിയെ അനുസരിച്ച് ഗോകർണൻ ആ സ്ഥലം വിട്ടുപോയതിനെ പറയുന്നു. ഈ ദുന്ദുകാരിയുള്ള സ്ഥലത്ത് ജീവിച്ചാൽ മനസ്സിന് സംഘർഷം കൂടും. അപ്പോൾ എന്താ നല്ലത്? ഈ സ്ഥലം വിട്ടുപോവുക, ഈ സ്ഥലം വിട്ടുപോവുക. അതുകൊണ്ടാണ് അദ്ദേഹം പുറപ്പെട്ടു. ഗോകർണൻ തീർത്ഥയാത്രയ്ക്കായി കൊണ്ട് പുറപ്പെട്ടു പോയി യോഗനിഷ്ഠയെ സമാശ്രയിച്ചു. യോഗനിഷ്ഠ, ഭക്തിയിൽ ആനന്ദാനുഭവം അനുഭവിക്കുക. അവന് പ്രാകൃതന്മാർക്കുള്ളതുപോലെ ദുഃഖമോ സുഖമോ ബന്ധുവോ ശത്രുവോ ഒന്നും ഇല്ലാതായി. ശ്രദ്ധിക്കണം, ആരെ പോലെ? പ്രാകൃതന്മാർക്കുള്ളതുപോലെ. എനിക്ക് സുഖമാണ്, എനിക്ക് ദുഃഖമാണ്, എനിക്കിതെൻ്റെ ബന്ധുവാണ്, ഇയാളെൻ്റെ ശത്രുവാണ് എന്നൊക്കെ പറയണത് ആരാ? പ്രാകൃതന്മാരാ. കൃതകൃത്യതയുള്ള കാര്യങ്ങൾ ചെയ്യാത്തവരെ നഷ്ടം പറയണം.
കൃതകൃത്യതയുള്ള കാര്യം എന്താ? ഈശ്വരോപാസനയാണ്. ഈശ്വരനെ ഉപാസിക്കാതെ കണ്ടുള്ളവർക്ക് ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം, സച്ചിദാനന്ദം ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. മോക്ഷമില്ല എന്നർത്ഥം. പുനർവിജനനം, പുനർവിമരണം, ചാവുക, മരിക്കുക, ജനിക്കുക, മരിക്കുക, ജനിക്കുക തന്നെ. അപ്പോൾ അതാണ് യോഗിനിഷ്ഠയുടെ സ്വരൂപം. യോഗസ്ഥ കുരുകർമാണി സംഘം ത്യക്വാ ധനഞ്ജയ. ഭഗവത്ഗീതയിൽ പറയണു, യോഗസ്ഥ ഭക്തിയോഗത്തിലിരിക്കുക, വാസം ചെയ്യുക. കുരുകർമാണി സംഘം ത്യക്വാ ധനഞ്ജയ. പിന്നെ പാർത്ഥ, കൗരവന്മാരിൽ നിന്ന് മാറിക്കോന്നർത്ഥം. കുരുകർമാണി സംഘം ത്യക്വാ ധനഞ്ജയ. സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗുച്യതേ. വലിയൊരു പ്രമാണമാണ്. എന്താ പറഞ്ഞത്? സിദ്ധ്യ സിദ്ധോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്ചത്. ഹേ അർജുന, നീ യോഗനിഷ്ഠനായിട്ട് കർമ്മങ്ങളെ ചെയ്യുക. യോഗനിഷ്ഠമായിട്ട് നിൻ്റെ കടമ എന്താ? നിൻ്റെ കടപ്പാടെന്താ? ദാറ്റ് നിറവേറ്റ്. ഫലത്തിൽ താല്പര്യമുണ്ടാകാതിരിക്കണം. ഇത് മനസ്സിലാക്കിയിട്ട് ഗുരുവായൂരമ്പലത്തിൽ തുളസിമാല ചാർത്തുന്നത് എന്തിനാ? എനിക്ക് വീടുണ്ടാവണേ, എനിക്ക് ജോലി കിട്ടണേ, എനിക്ക് നല്ല ശമ്പളമുള്ള ഭാര്യനെ കിട്ടണേ, അല്ലേ? അമ്മായിയപ്പന് പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം എന്ന് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊരു പാട്ടുണ്ട്. ഒരു ആപ്തവാക്യമാണത്. അതല്ല ശരി. അന്യൻ്റെ മുതൽ ആഗ്രഹിച്ച് കല്യാണം കഴിക്കരുത്. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രാരബ്ധം നല്ല നിലയിൽ അനുഷ്ഠിച്ച് ഗൃഹസ്ഥാശ്രമം ചേരുന്ന സ്ത്രീയെ വിവാഹം ചെയ്ത് ഗൃഹസ്ഥാശ്രമം ചെയ്ത് അതിൽ സന്തതി പരമ്പരകളെ നിലനിർത്താൻ വേണ്ടി സന്തതികളെ ഉൽപ്പാദിക്കാന്നല്ലാണ്ട് അതൊരു മെഷീൻ പോലെ ആവരുതെന്നർത്ഥം. അതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. സന്തതി ഉൽപ്പാദനത്തിന് മാത്രമേ സ്ത്രീയെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം തെറ്റി നടന്നാൽ അതിനൊക്കെ അനുസരിച്ചുള്ള ഫലങ്ങൾ നമ്മൾ അനുഭവിക്കും വേണം. അപ്പോൾ ഫലത്തിൽ താല്പര്യമുണ്ടാകാതിരിക്കണം. ഫലമുണ്ടായാലും ഇല്ലാതെ വന്നാലും നിർവികാരനായിരിക്കുക. പണം വന്നു, പണം വന്നില്ല. പണം വന്നാൽ തുള്ളിച്ചാടും വേണ്ട, പണം വന്നില്ലെങ്കിൽ ദുഃഖിക്കും വേണ്ട. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കണം. മനസ്സ് വികാരപ്പെടാതെ സമനിലയായിരിക്കുന്നതിനെയാണ് യോഗമെന്ന് പറയുന്നത്. സുഖവും ദുഃഖവും ഒരേപോലെ അനുഭവിക്കാൻ പ്രാപ്തിയുള്ളവനെയാണ് യോഗി എന്ന് പറഞ്ഞത്. അതാണ് ഇനി അല്ലെങ്കിൽ ഈ ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധത്തിൽ കുന്തിദേവി കൃഷ്ണനോട് പറയുന്നൊരു ഭാഗമുണ്ട്. കൃഷ്ണ, അനവരതം ദുഃഖത്തെ തന്നാലും. ഏതൊരു സ്ത്രീയെ പറയാം അങ്ങനെ? അതും തൻ്റെ സഹോദരപുത്രൻ ലോകത്തിൻ്റെ നിയന്താവായിരുന്നിട്ടും എനിക്ക് സന്തോഷം വേണമെന്നല്ല പറഞ്ഞത്. എനിക്ക് ദുഃഖത്തെ അനവരതം ഒന്നിനോടൊന്ന് എന്ന പോലെ അനവരതം എണ്ണധാര പോലെ ദുഃഖത്തെ തരൂ. എന്താ അങ്ങനെ പറഞ്ഞ ചമ്പങ്ങളെ? അല്ല, എപ്പോഴൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവണോ അപ്പോഴൊക്കെ ഞാൻ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കും. അങ്ങ് വരും. അങ്ങ് എന്നെയും എൻ്റെ കുട്ടികളെയും സംരക്ഷിക്കാൻ വേണ്ടി ജന്മമെടുത്തതാണോ എന്നുകൂടി ഞാൻ സംശയിക്കണോ കൃഷ്ണ എന്നാണ് പറഞ്ഞത്. പാണ്ഡവന്മാരെയും കുന്തിദേവിയെയും സദാസമയത്തും എല്ലാ ആപത്തുകളിൽ നിന്നും കൗരവരുടെ കൂടോത്രത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണോ അങ്ങ് അവതാരം ചെയ്തതെന്ന് ചോദിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഈ മനസ്സ് വികാരപ്പെടാതെ വിചാരം കൊള്ളണം. മനസ്സ് വിചാരം കൊള്ളതാണ്. ആരേനെ പറ്റി വിചാരിക്കണം? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ മനസ്സ് വികാരപ്പെടാതെ സമനിലയായിരിക്കുന്നതിനാണ് യോഗം എന്ന് പറയുന്നത് എന്നുള്ള ശ്രീ ഭഗവത് ഉപദേശത്തെ, എൻ്റെ അല്ല ഭഗവത് ഉപദേശത്തെ ഗോകർണൻ പ്രവൃത്തിയിൽ വരുത്തിയിരുന്നുവെന്ന് സാരം. അപ്പോൾ ഗോകർണൻ ഭഗവാന്റെ ഗീതോപദേശത്തെ ശരിക്കും ഉൾക്കൊണ്ടു ജീവിച്ചു എന്നർത്ഥം. അടുത്ത ശ്ലോകം, 4-ാമത്തെ ശ്ലോകം. ദുന്ദുകാരി ഗൃഹേ അതിതിഷ്ഠത് പഞ്ചപണ്യവധൂവൃത അത്യുഗ്രകർമ്മകർത്താച തത്പോഷണ വിമൂഢധീ.
ദുന്ദുകാരി ഗൃഹേ അധിഷ്ഠത് പഞ്ചപണ്യവധൂവൃത അത്യുഗ്രകർമ്മകർത്താ ച തത്പോഷണ വിമൂഢധീഹി. ദുന്ദുകാരി മാതൃമരണാനന്തരം 5 വേശ്യാസ്ത്രീകളോടുകൂടെ ഗൃഹത്തിൽ വസിച്ചു. വേദാന്തത്തിൽ പറയും ഈ 5 എന്നുള്ളത് കർമ്മേന്ദ്രിയങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ദഹിക്കുമോ എനിക്കറിയില്ല. 5 വേശ്യാസ്ത്രീകളോടുകൂടെ ഗൃഹത്തിൽ വസിച്ചു എന്നാ വേദാന്തത്തിൽ പറയും. ഈ 5 കർമ്മേന്ദ്രിയങ്ങൾ, ആ കർമ്മേന്ദ്രിയങ്ങളെ ഈശ്വരപ്രീണനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ശിരസ് ഭഗവത്പാദത്തിൽ മുട്ടാൻ, ചെവി ഈശ്വരനാമം കേൾക്കാൻ, നാസിക ഈശ്വര അർച്ചിതമായ പുഷ്പങ്ങളെ ഘ്രാണിക്കാൻ, വായ ഈശ്വരനാമങ്ങൾ ഉച്ചരിക്കാനും ഈശ്വരപ്രസാദം സേവിക്കാനും, കയ്യ് ഭഗവാനെ കുമ്പിടാൻ, കാല് ഭഗവത് പ്രദക്ഷിണം ചെയ്യാൻ, ശരീരം ദണ്ഡനമസ്കാരം ചെയ്ത് ഭൂമിയിലൊട്ടി വീണ് വാഴ വെട്ടി വീണ കൂടുതൽ ഭഗവാനെ നമിക്കാം. ഇതൊന്നും അറിയാണ്ട് നാരായണീയം വച്ചിട്ട് എന്താ കാര്യം? ഏകദിനം രാമായണം ഇങ്ങനെ സ്പീഡ് പോയിട്ട് ആർക്കാ ഉപകാരം? രാമചന്ദ്രസ്വാമി പറഞ്ഞിട്ടുണ്ടോ? ദശരഥൻ പറഞ്ഞോ? കൗസല്യാദേവി പറഞ്ഞോ? ഹനുമാൻ പറഞ്ഞോ? ഇല്ല. രാമായണം രമയുടെ അയനമാണെന്ന് എത്ര ആൾക്കറിയാം? രമ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ അയനം എന്നർത്ഥം വരിക. സീതാദേവീനെ കട്ടുകൊണ്ടുപോയി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ രാവണൻ വന്ന് കട്ടുകൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് ശ്രീരാമനും സീതയും കൂടി ലക്ഷ്മണനും കൂടി കേൾക്കാത്തൊരു സംഭാഷണം രാമായണത്തിൽ നടന്നിട്ടുണ്ട്. അതിനൊക്കെ അറിയുന്നവർ രക്ഷപ്പെടും. അറിഞ്ഞ പോരാ, അതേപോലെ ജീവിക്കണം. അപ്പോൾ ഇനി അടുത്ത ശ്ലോകം പറയണോ? ശ്ലോകം നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ അർത്ഥം: ദുന്ദുകാരി മാതൃമരണാനന്തരം 5 വേശ്യാസ്ത്രീകളോടുകൂടെ ഗൃഹത്തിൽ വസിച്ചു. അതിഘോര കർമ്മങ്ങളെ നടത്തി തുടങ്ങി. ഒന്നും ചെറുതും വലുതല്ല, അതിഘോരമായിട്ടുള്ള പാപങ്ങളെ നടത്തി തുടങ്ങി. ആ വേശ്യകളെ പരിപാലിപ്പാൻ വേണ്ടി എന്തും ചെയ്യുവാൻ ഉറയ്ക്കത്തക്ക വിധം മൂഢബുദ്ധിയായിരുന്നു. ഈ കർമ്മഭക്തിയിൽ ഉണ്ടായാൽ ശമ്പളത്തിനേക്കാൾ ജാസ്തി ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങി കള്ള് കുടിച്ച് ബോധമില്ലാണ്ട് കിടന്ന് ഇരിക്കുന്ന വീട് കൂടി ജപ്തി ചെയ്ത് പോകുന്ന രീതിയിലുള്ള മൂഢന്മാരാണ് നമ്മുടെ സഹോദരന്മാർ. മൂഢബുദ്ധിയുള്ളവരാണ്. അത് കഴിഞ്ഞു 5ഉം 6ഉം 2 ശ്ലോകങ്ങൾ ഒറ്റയ്ക്ക് പോവും, ഒപ്പം പോവും. ഏകദാ കുലടാസ്താസ്തു ഭൂഷണ അന്യാഭിലിപ്സവ തദർത്ഥം നിർഗതോ ഗേഹാത് കാമാന്ധോ മൃത്യുമസ്മരൻ. ഏകദാ കുലടാസ്താസ്തു ഭൂഷണാന്യാഭിലിപ്സവ തദർത്ഥം നിർഗതോ ഗേഹാത് കാമാന്ധോ മൃത്യുമസ്മരൻ. യതസ്തതശ്ച സംഹൃത്യ വിത്തം വേഷ്മ പുനർഗത താഭ്യോ അയശ്ചത് സുവസ്ത്രാണി ഭൂഷണാനി കയന്തി ച. യതസ്തതശ്ച സംഹൃത്യ വിത്തം വേഷ്മ പുനർഗത താഭ്യോ അയശ്ചത് സുവസ്ത്രാണി ഭൂഷണാനി കയന്തി ച. എന്താ അതിനർത്ഥം? 2 ശ്ലോകങ്ങൾ അർത്ഥം ഒന്നായിട്ടാണ് പറയാം. ഒരിക്കൽ കുലടകളായ ആ സ്ത്രീകൾ ആഭരണാദികൾ കൊണ്ടുവന്ന് തരണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാവരും ഭർത്താവിൻ്റെ വരുമാനം നോക്കാതെ കണ്ട് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് തലയണമന്ത്രത്തോടുകൂടി ഉറക്കം നഷ്ടപ്പെടുത്തുന്ന കാമനകൾ കൂടുള്ളവരെയാണ് കാമിനികളെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രമാണം ഇവിടെ വേദവ്യാസർ പറയുന്നുണ്ട്. സ്ത്രീവശോ ജായതേ കാമി ന ച ഉല്ലംഘതി തദ്വച. ഇടിവെട്ടിയ പാത്രത്തിലൊരു പ്രമാണമാണ് പറഞ്ഞത്. സ്ത്രീവശോ ജായതേ, സ്ത്രീകളുടെ വർത്തമാനം കേട്ട് അവർക്ക് വശംവദരായി കാമി ന ഉല്ലംഘതി, കാമത്തെ ലംഘിക്കാൻ സാധിക്കാതെ കൊണ്ട് വരുമ്പോൾ തദ്വച, അവരുടെ വാക്ക് കേട്ട് നാശം ഭവിക്കുന്ന അർത്ഥം.
സ്ത്രീകൾക്ക് അധീനനായ കാമി അവരുടെ വാക്ക് തെറ്റി നടക്കുവാൻ ശക്തനായി വരികയില്ല. ശ്രദ്ധിക്കണം. ഇതിൻ്റെ അർത്ഥം നമ്മൾ എപ്പോഴും വീടിൻ്റെ ഐശ്വര്യം അതാത് ദേവി ദേവൻ്റെ കടാക്ഷം കൊണ്ട് എന്നുള്ളതല്ല എഴുതി വയ്ക്കണം. ഇത് എഴുതി വയ്ക്കണം. വീട്ടിൽ മകൾ വളരുക, ഇന്ന് എൻ്റെ വീട്ടിലെ മകളാണ് നാളെ വേറൊരാളുടെ വീട്ടിലെ മരുമകളായിട്ട് പോവുക. അവൾ അമ്മയാവും, അവൾ മുത്തശ്ശിയാവും. അപ്പോൾ എല്ലാ വീട്ടിലും ഇത് എഴുതി വയ്ക്കണം. എന്താ? സ്ത്രീകൾക്ക് അധീനനായ കാമി അവരുടെ വാക്ക് തെറ്റി നടക്കുവാൻ ശക്തനായി വരികയില്ല. ബി കെയർഫുൾ. ഇത് മനസ്സിലാക്കണം. എന്ന ആപ്തവാക്യാനുസരണം അവർക്ക് ആഭരണാദികളെ കൊണ്ടുവരുവാനായിട്ട് വീട് വിട്ട് പുറത്തുപോയി. കാമത്താൽ വിചാരശക്തി നശിച്ചതിനാൽ. എന്താ കാമം? എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം നടക്കണമെന്ന് വാശി പിടിക്കണയാണ് കാമം എന്ന് പറഞ്ഞത്. വീട് വാങ്ങണം, ശരി. നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയോ, ഞാൻ 2009 3.5 ലക്ഷം ലോൺ എടുത്തത്. ലോൺ വീട്ടിയത് ഞാൻ 5.5 ലക്ഷമാണ്. അതായത് 3.5 ലക്ഷത്തിന് 2 ലക്ഷം രൂപ പലിശ. 2010 ഞാൻ നല്ല നടപ്പ്, അതായത് സമയാസമയത്ത് പണം അടച്ചു എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് എനിക്കൊരു ഓഫർ വന്നു. ഹോം പ്ലസ് ലോൺ 7 ലക്ഷം എടുത്തു ഞാൻ. അത് ഞാൻ 12 ലക്ഷം അടച്ചത് 10 വർഷം കൊണ്ട്. അപ്പോൾ 5 ലക്ഷം. 7 ലക്ഷത്തിന് 7 5 12. മാത്രമല്ല, സർവീസിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലോൺ വീടുന്നതിന് മുമ്പ് എനിക്ക് വല്ലതും മൃത്യു സംഭവിച്ചാൽ വീട് ജപ്തിയായിട്ട് പോകും. കാരണം വീട്ടിൽ ഭാര്യയ്ക്ക് ജോലിയില്ല, കുട്ടികൾ ജോലിയായിട്ടുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? 65,000 രൂപയുടെ ഒരു വൺ ടൈം പോളിസി എടുത്തു ഞാൻ. അപ്പോൾ എൻ്റെ നഷ്ടം എത്രയാണ്? 5,65,000 രൂപ എനിക്ക് നഷ്ടമാണ്. 7 ലക്ഷം രൂപ കിട്ടിയപ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബാങ്കുകളിൽ ബുദ്ധിയുള്ളവർ ലോൺ എടുക്കരുത്. അല്ലെങ്കിൽ അത്രയും ശാസ്ത്രീയമായ രീതിയിൽ. ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആവുക കാരണം എനിക്ക് 5th പേ കമ്മീഷൻ മുതൽക്കാണ് സെൻട്രൽ ഗവൺമെൻറ്റിലെ സാലറി നന്നായത്. പിന്നെ പെൻഷനും കിട്ടും. വീട് ജപ്തിയായിട്ട് പോയില്ല എന്നുള്ള നല്ല ഉറപ്പുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഭാഗവതം പഠിക്കണം എന്ന് നിർബന്ധിക്കാൻ കാരണം. എന്താ? ഭഗവത് കൃപ ഉണ്ടെങ്കിൽ എന്നെ പോലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നമ്മൾക്ക് തരണം ചെയ്യാൻ പറ്റും. അതിൽ വിജയിച്ചിട്ടൊരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട്, നിങ്ങളെ ആരെയും എനിക്ക് വ്യക്തിഭാഗത്തിൽ അറിയില്ല, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ദിവസേന കേൾക്കുക. എന്തിനു വേണ്ടി? നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് വിചാരശക്തി നശിക്കാതെ കണ്ടിരിക്കാൻ. കണ്ണു കാണാത്തവന് തുല്യനായവൻ മരണമുണ്ടെന്നുകൂടെ സ്മരിക്കാതെ. എപ്പോഴാണ് കണ്ണുണ്ടായാലും കണ്ണ് കാണാതെ കണ്ട് എങ്ങനെയാണ്? വിചാരശക്തി നശിക്കുമ്പോൾ. അവനാണല്ലോ തൂങ്ങിച്ചാവുക, അല്ലെങ്കിൽ വണ്ടിക്ക് തലയിൽ വയ്ക്കുക, അല്ലെങ്കിൽ വിഷം കുടിക്കുക. അപ്പോൾ മരണമുണ്ടെന്നുകൂടെ സ്മരിക്കാതെ പല ദിക്കിൽ നിന്നും ധനം കവർന്ന ശേഷം വീട്ടിലേക്ക് മടങ്ങി വന്നു. അവർക്ക് ആ കുടലകൾക്ക് കുറേ വസ്ത്രങ്ങളും കൊണ്ട് കൊടുത്തു എന്ന് പറയണം. ആ 2 ശ്ലോകങ്ങളെ കൊണ്ട്. അത് കഴിഞ്ഞാൽ 7, 8, 9, 10 4 ശ്ലോകങ്ങളൊപ്പം പോവും. അത് പറഞ്ഞിട്ട് നിർത്താം. 2 പ്രാവശ്യം വായിക്കും ചെയ്യാം. ബഹുവിത്തചയം ദൃഷ്ട്വാ രാത്രോ നാര്യോ വിചാരയൻ ശൗര്യം കരോത്യസോ നിത്യം അതോ രാജാ ഗ്രഹീഷ്യതി വിത്തം ഹൃത്വാ പുനശ്ചൈനം മാരയിഷ്യതി നിശ്ചിതം അതോ അർത്ഥഗുപ്തയേ ഗൂഢം അസ്മാഭി കിം ന ഹന്യതേ നിഹതൈന്യം ഗൃഹീത്വാർത്ഥം യാസ്യാമോ യത്ര കുത്രചിത് ഇതി താ നിശ്ചയം കൃത്വാ സുപ്തം സംബന്ധ്യരശ്മിഭി പാശം ഖണ്ഡേ നിധായാസ്യാം തന്മൃത്യുമുപചക്രമു ത്വരിതം നമമാരാസോ ചിന്തായുക്താസ്തദാ ഭവൻ. ഇതാണ് ശ്ലോകം.
ബഹുവിത്തജയം ദൃഷ്ട്വാ രാത്രോ നാര്യോ വിചാരയൻ ശൗര്യം കരോത്യസോ നിത്യം അതോ രാജാ ഗ്രഹിഷ്യതി വിത്തം ഹൃത്വാ പുനേശൈനം മാരയിഷ്യതി നിശ്ചിതം അതോ അർത്ഥഗുപ്തയേ ഗൂഢം അസ്മാഭിക്കും ന ഹന്യത്തെ നിഹത്യൈനം ഗൃഹീത്വാർത്ഥം യസ്യാമോ യത്ര കുത്രചിത് ഇതി താ നിശ്ചിതം കൃത്വാ സുപ്തം സംബന്ധിരശ്മിഭി ത്വരിതം രശ്മിഭി പാശം കണ്ഠേ നിധായാസ്യ തന്മൃത്യും ഉപചക്രമു ത്വരിതം ന മമാരാസോ ചിന്തായുക്താസ്തദാ അഭവൻ. സ്തദാ അഭവൻ തന്നെ കേട്ടോ. എന്താ അതിനർത്ഥം? ഇവൻ കൊണ്ടുവന്നിരിക്കുന്ന അതീവ ധനത്തെ കണ്ടിട്ട് ആ സ്ത്രീകൾ രാത്രിയിൽ 5 ആളും കൂടി ആലോചിച്ചു, ഇയാൾ ദിവസം പ്രതി കളവ് ചെയ്യുന്നു, അതുകൊണ്ട് രാജാവ് ഇയാളെ പിടിക്കപ്പെടും, മുതലെല്ലാം അപഹരിച്ച ശേഷം നിശ്ചയമായും സംഹരിക്കുകയും ചെയ്യും. മുതലൊക്കെ അവർ കണ്ടുകെട്ടും, ഇവനെ കൊല്ലും ചെയ്യും. അതുകൊണ്ട് ഈ ധനങ്ങളെ സംരക്ഷിപ്പാനായിട്ട് ആരും അറിയാതെ നമ്മൾ തന്നെ ഇയാളെ എന്തുകൊണ്ട് കൊന്നുകൂടാ? നിങ്ങൾ ആലോചിക്കണം. 5 ഭാര്യമാരുടെ കുലട സമ്പ്രദായം. രാജാവ് ഈ ധനമോഹി കള്ളനെ പിടിക്കാൻ ഏർപ്പാട് ചെയ്യും, മുതൽ കണ്ടുകെട്ടും, ഇയാൾക്ക് ശിക്ഷ കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇയാളും നഷ്ടപ്പെടും, സ്വത്തും നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ 5 ആളും കൂടി ഈ ദുഷ്ടനെ ഇന്ന് രാത്രി കൊല്ലുക, മുതൽ നമുക്ക് ലാഭിക്കാം. ഇയാളെ സംഹരിച്ച ശേഷം മുതൽ മുഴുവനും എടുത്തും കൊണ്ട് നമ്മൾക്ക് എങ്ങോട്ടെങ്കിലും പൊയ്ക്കളയാം എന്നിപ്രകാരം അവർ കൂടിയാലോചിച്ച് ഉറച്ചു. അവൻ ഉറങ്ങുമ്പോൾ കഴുത്തിൽ കയറ് കെട്ടി വധിപ്പാൻ ഒരുങ്ങി. അല്ലേ, നമ്മൾ കേൾക്കണ്ടല്ലോ, പെൺകുട്ടികളെ ഓടിണി പിരിച്ച് ഭർത്താവിൻ്റെ തലയിൽ കുടുക്കി, അല്ലെങ്കിൽ തലയണ മുഖത്ത് വെച്ച് അമർത്തി. അവൻ മഹാപാപിയായതുകൊണ്ട് വേഗം മരിച്ചില്ല എന്നാ. മഹാപാപി ആയതുകൊണ്ട് വേഗം മരിച്ചില്ല. അപ്പോൾ ആ സ്ത്രീകൾ ആലോചന തുടങ്ങി. വാട്ടിട്ടുടു 27 മിനിറ്റ് ആയിട്ടുള്ളൂ, ഒരു 40 മിനിറ്റിലേക്ക് പോയിക്കോട്ടെ, ഞാൻ ഇപ്പം നിർത്തുന്നില്ല. നിങ്ങളും ആകാംക്ഷ ഉണ്ടാവും, എനിക്ക് ആകാംക്ഷ ഉണ്ട്, കുറച്ചുകൂടി പറയാം. 11ാമത്തെ ശ്ലോകം. തപ്താംഗാരസമുഹാംശ്ച തന്മുഖേ ഹി വിജിക്ഷിപു അഗ്നിജ്വാലാദിദുഃഖേന വ്യാകുലോ നിധനം ഗതാ. തപ്താംഗാരസം ഊഹാംശ്ച തന്മുഖേ ഹി വിജിക്ഷിപു അഗ്നിജ്വാലാദിദുഃഖേന വ്യാകുലോ നിധനം ഗതാ. എന്താ അതിനർത്ഥം? കത്തുന്ന തീക്കനൽ കോരിക്കൊണ്ടുവന്ന് അവൻ്റെ മുഖത്ത് നിറച്ചുന്ന മുഖാന്തർഭാഗത്തിൽ ഒരു കോരികയിൽ കത്തിത്തീർന്ന കനൽ കൊണ്ടുവന്ന് ഉറങ്ങുമ്പോൾ അവനെ കയറിട്ട് വലിച്ചു, മരിക്കണില്ല പാപി. എന്ത് ചെയ്തു? മുഖത്ത് കനൽ കോരിയിട്ടു. ഇന്നും അതൊക്കെ നടക്കണില്ലേ? ചിലവരെ 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഓരോ വാട്ടർ ടാങ്കിൽ നിന്ന് കിട്ടണത്. ആലോചിച്ച് നോക്കണം, ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? സൈനൈഡ് കൊടുത്തിട്ട് കുറേ ആൾക്കാരെ കൊന്നില്ലേ? പാമ്പിൻ്റെ വിഷം കൊണ്ട് പലവരെയും കൊന്നില്ലേ? ആരാണ് ഇതൊക്കെ ചെയ്യണത്? പണത്തിന് ആർത്തി. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ ഉലകിൽ പലതും. പ്രമാണങ്ങളൊന്നും പാഴാവില്ല, എല്ലാം അർത്ഥവത്താണ്. അപ്പോൾ കത്തുന്ന തീക്കനൽ കോരിക്കൊണ്ടുവന്ന് അവൻ്റെ മുഖാന്തർഭാഗത്തിൽ നിറച്ചു. അഗ്നിജ്വാലയേറ്റുണ്ടായ അതിദുഃഖത്താൽ വ്യാകുലപ്പെട്ടു മരിക്കുകയും ചെയ്തു. തീപ്പെട്ട് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വ്യാകുലത, മാംസം പച്ചയ്ക്ക് വേവാണ്. 12ാം ശ്ലോകം. തം ദേഹം മുമുജുർഗർത്തെ പ്രായ സാഹസികാ സ്ത്രിയ നജ്ഞാതം തത് രഹസ്യം തു കേനാപീതം തഥൈവജാം. അപ്പം എന്താ പറഞ്ഞത്? തം ദേഹം മുമുജുർഗർത്തെ പ്രായ സാഹസികാ സ്ത്രിയ നജ്ഞാതം തത് രഹസ്യം തു
കേനാപീതം തദൈവജ. അവരഞ്ചാളും കൂടിയിട്ട് തന്നെ ഇവൻ്റെ ബോഡി ഒരു ഗർത്തത്തിൽ കൊണ്ടിട്ടു എന്നാണ് പറഞ്ഞത്. പ്രായ സാഹസികാസ്ത്രീയ, സാഹസികളാണ് അവർ. ന ജ്ഞാതം തത് രഹസ്യം, ഈ രഹസ്യം മറ്റുള്ളവർക്ക് അറിയില്ല. തു കേനാപീതം തദൈവജ, അവൻ്റെ ശവശരീരത്തെ ഭൂമിയിൽ കുഴിച്ചിട്ടു. ആയിക്കോട്ടെ, സ്ത്രീകൾ ഈ വിധം ചെയ്യുമോ എന്ന് സംശയിക്കേണ്ടെന്നാ. പ്രായേണ ദുഷ്ടസ്ത്രീകൾ സാഹസകർമ്മം ചെയ്യുവാൻ മടിക്കാത്തവരാകുന്നു. അപ്പോൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഈശ്വര, എൻ്റെ പൂർവജന്മാന്തര കർമ്മഫലം ഞാൻ ഈ ഭൂമിയിലെ സ്ത്രീയായിട്ട് ജനിച്ചിട്ടുണ്ട്. ഞാൻ ഭൂമിദേവിയെപ്പോലെ ക്ഷമയുള്ളവളായിക്കോളാം. ഈശ്വരീയ സമാനനായ, ഈശ്വരീയത നിറഞ്ഞ ഒരു ആളുടെ ഭാര്യയായി ഞാൻ എൻ്റെ ജീവിത സന്ധാരണം ദോഷമില്ലാത്ത രീതിയിൽ നടത്തിക്കൊള്ളാം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വെറുതെയാണോ കാത്യായനി പൂജ ചെയ്തത് ഗോപസ്ത്രീകൾ 7 വയസ്സുള്ളപ്പോൾ? 7 വയസ്സായ കുട്ടികൾ പുഴയിലിറങ്ങി ഭഗവാന്റെ രൂപം ഉണ്ടാക്കി പ്രാർത്ഥിക്കുകയാണ്, കാർത്തിയായനി മഹാമായെ, കൃഷ്ണനെ പോലെ സൗകുമാരിയുള്ളവൻ എൻ്റെ ഭർത്താവണേ. നമ്മളാരെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ചോദ്യത്തിന് ഉത്തരം പറയണം. മക്കളോട് നാരായണീയം പഠിക്കണം, ഭാഗവതം പഠിക്കണമെന്ന് തുറന്നു പറയാൻ വിഷമുള്ള അച്ഛനമ്മമാരാണ് ഒരു 80% എനിക്കറിയാം. വായിക്കുന്നവരോട് അപഹസിക്കുന്ന മക്കളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ്റെ ശവശരീരത്തെ ഭൂമിയിൽ കുഴിച്ചിട്ടു. സ്ത്രീകൾ ഈ വിധം ചെയ്യുമോ എന്ന് സംശയിക്കേണ്ട. പ്രായേണ ദുഷ്ടസ്ത്രീകൾ സാഹസകർമ്മം ചെയ്യുവാൻ മടിക്കാത്തവരാകുന്നു. രഹസ്യമായി ചെയ്ത ആ കാര്യം മറ്റാരും അറിഞ്ഞതുമില്ല. 13ാമത്തെ ശ്ലോകം. ലോകൈ പൃഷ്ഠാ വദന്തി സ്മ ദൂരം യാതപ്രിയോ ഹിനാം ആഗമിഷ്യതി വർഷേ അസ്മിൻ വിത്തലോഭവികർഷിതാം. ലോകൈ പൃഷ്ഠാ വദന്തി സ്മ ദൂരം യാതപ്രിയോ ഹിനാ ആഗമിഷ്യതി വർഷേ അസ്മിൻ വിത്തലോഭവികർഷിതാം. നാട്ടിലുള്ള ആളുകൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വല്ലഭൻ ദൂരദിക്കിലേക്ക് പോയിരിക്കുന്നു, ഞങ്ങളുടെ വല്ലഭൻ ദൂരദിക്കിലേക്ക് പോയിരിക്കുന്നു, ഇവിടെയുള്ള ധനം വിട്ടിരിക്കുവാൻ അദ്ദേഹത്തിന് മനസ്സ് വരികയില്ല, ഇക്കൊല്ലം മടങ്ങി വരുമെന്ന് പറഞ്ഞു. മാസക്കുറിപ്പൊന്നുമില്ല, കൊല്ലക്കണക്കിനായിട്ട് പറഞ്ഞു. എത്ര കൊല്ലം എടുക്കുക എന്നറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ആപ്തവാക്യം പറയുന്നുണ്ട്, കുറുവന്തി രഹസ്യകാര്യം നിർവിചാരം പ്രകുറുവതേ അത സാഹസികാലോകെ നാര്യ പ്രഖ്യാതിമാഗതാഹ. എന്താണർത്ഥം? ആലോചിക്കാതെ പെട്ടെന്ന് കാര്യങ്ങളെ നടത്തുന്നത് കൊണ്ട് പ്രായേണ ദുഷ്ടസ്ത്രീകൾക്ക് സാഹസികൾ എന്നുള്ള പ്രസിദ്ധി കിട്ടിയിട്ടുണ്ട്. സാഹസികൾ എന്നുള്ള പേരെങ്ങനെ കിട്ടുക? തെറ്റിൻ്റെ കാഠിന്യം കൂടുമ്പോൾ. അതിനാൽ അവർ ഇപ്രകാരം പ്രവർത്തിച്ചതും പറഞ്ഞതും സംഭവിക്കുവാൻ പാടില്ലാത്തതാണെന്ന് തോന്നരുത്. സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. അപ്പോൾ 13 ശ്ലോകങ്ങൾ നമ്മൾ ഈ 5ാമത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അറിയിപ്പ്. ഇന്ന് ഡേറ്റ് 24 ജൂലൈ 2024. ഒരു ആഴ്ച മുമ്പേ ഈ എപ്പിസോഡുകൾ കേട്ട് ഒരു സ്ത്രീ സംഗതി വശാൽ ഗുരുവായൂരിൽ ഒരാഴ്ച മുമ്പ് പോയപ്പോൾ അവർക്ക് ഈ ഭാഗവതം പണ്ഡിറ്റ് ഗോപാലൻ നായർ വിവർത്തനം ചെയ്ത് വ്യാഖ്യാനിച്ചിട്ടുള്ള 8 വോള്യം ഗുരുവായൂർ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കർമ്മമാണത്. 8 വോള്യമുള്ള ഭാഗവതം 1500 രൂപയ്ക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ലോഡ് പുസ്തകങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ പോയി, അതായത് ബുക്ക് സ്റ്റാളിൽ പോയി, 1500 രൂപ ഒന്നുമില്ല ഇന്നത്തെ കാലത്ത്. ഒരു നേരം ബ്യൂട്ടീഷ്യന് കൊടുക്കേണ്ട കാശ്. ഞാൻ എന്താ ഈ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞത്? അവരാണ് നന്നാവേണ്ടത്. ആണുങ്ങൾ നന്നായാൽ ഒരു വ്യക്തി നന്നായി എന്നല്ലോ, പെണ്ണുങ്ങൾ നന്നായാൽ ഒരു കുടുംബം നന്നായി എന്നാണ് ആപ്തവാക്യം.
അതുകൊണ്ട് വേഗം ഗുരുവായൂർ പോയിട്ട് ഈ ഗ്രന്ഥം വാങ്ങുക, നിങ്ങൾ സ്വയം പഠിക്കുക. ആ സമയത്ത് തന്നെ സൈമിൾട്ടേനിയസ്ലി ഇത് കേൾക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണം. ആധ്യാത്മിക വിജയമാണ് ഏറ്റവും വലിയ വിജയം എന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി 1 മിനിറ്റ് കൂടി എടുത്തു എന്ന് മാത്രം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.